ഹലോ, MRHൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആർക്കിടെക്ചറിൻ്റെ S5 സബ്ജക്റ്റായ ടൗൺ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ടൗൺ പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് റിവിഷൻ സെഷനാണ് ഇന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടൗൺ പ്ലാനിങ്ങിലെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഏകദേശം ഒരു സിലബസിൻ്റെ ഓവർവ്യൂ. ഇവിടെ നമുക്ക് കുറച്ച് ഹിസ്റ്ററി ബേസ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നുണ്ട്. മാത്രമല്ല അർബൻ പ്ലാനേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേരുടെ കോൺട്രിബ്യൂഷൻസും അതുപോലെ തന്നെ അർബനൈസേഷൻ, പിന്നെ അതിൻ്റെ ഇമ്പാക്ട്സും, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, അതേപോലെ CBD, റിബൺ ഡെവലപ്മെൻറ്റ്, ട്രാൻസിറ്റ് ഓറിയൻറ്റ് ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഹാൻഡിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇവിടെ നമുക്ക് പാർട്ട് എയിൽ 1 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസും, പാർട്ട് ബിയിൽ 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസും, അതേപോലെ പാർട്ട് സിയിൽ 7 മാർക്സിൻ്റെ 3 ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് ഹാൻഡിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഗ്രിഡ് അയൺ പാറ്റേൺ ഇൻ ടൗൺ പ്ലാനിങ്? ഗ്രിഡ് അയൺ പാറ്റേൺ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഗ്രിഡ് അയൺ പാറ്റേൺ. ഗ്രിഡ് പാറ്റേൺ എന്തോ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടൗൺ പ്ലാനിങ്ങിൽ ഗ്രിഡ് അയൺ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതൊരു ഗ്രിഡ് ലൈക്ക് സ്ട്രക്ചറാണ് അല്ലേ, ഗ്രിഡ്. അതായത് ബോക്സസ് പോലെ ഫോം ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഗ്രിഡ് അയൺ പാറ്റേൺ? The grid iron pattern in town planning refers to a rectangular street layout in which streets run at right angles to each other, forming a grid. അതായത് ഒന്നുമില്ല, ഗ്രിഡ് ലൈക്ക് ഫോർമേഷനിൽ സ്ട്രീറ്റ്സ് ഫോം ചെയ്യുന്ന ആ ഒരു റെക്റ്റാങ്കുലർ സ്ട്രീറ്റ് ലേഔട്ടിനെയാണ് നമ്മൾ ഗ്രിഡ് അയൺ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ്സ് എല്ലാം റൈറ്റ് ആംഗിൾസിലാണ് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഗ്രിഡ് അയൺ പാറ്റേൺ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡിഫൈൻ റിബൺ ഡെവലപ്മെൻറ്റ്. എന്താണ് റിബൺ ഡെവലപ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിബൺ ഡെവലപ്മെൻറ്റ് ഈസ് ദ ബിൽഡിംഗ് ഓഫ് ഹൗസസ് ഓർ അതർ സ്ട്രക്ചേഴ്സ് ഇൻ എ ലൈൻ അലോങ് ട്രാൻസ്പോർട്ടേഷൻ റൂട്ട്സ്, എസ്പെഷ്യലി റോഡ്സ് ഓർ റെയിൽവേസ്, റാദർ ദാൻ ഇൻ ക്ലസ്റ്റേഴ്സ് ഓർ പ്ലാൻഡ് സെറ്റിൽമെൻറ്റ്സ്. അപ്പോൾ എന്താണ് റിബൺ ഡെവലപ്മെൻറ്റ്? ഇവിടെ ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇവിടെ സെൻറ്ററിലൂടെ ഒരു റോഡ് പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ട് ഒരുപാട് വീടുകൾ അല്ലേ, ഒരുപാട് വീടുകളും അതേപോലെ തന്നെ റെസിഡൻഷ്യൽ ഏരിയാസും കാര്യങ്ങളും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് റിബൺ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ ഏരിയാസോ അല്ലെങ്കിൽ അതുപോലത്തെ സ്ട്രക്ചറോ ഒരു ട്രാൻസ്പോർട്ടേഷൻ റൂട്ടിന് അലോങ് ആയിട്ട് 2 സൈഡിലും ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ റിബൺ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് റിബൺ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ റൂട്ടാണ്, ഇവിടെ സെൻറ്ററിലൂടെ പോകുന്ന ഈ റോഡ് ഒരു ട്രാൻസ്പോർട്ടേഷൻ റൂട്ടാണ്. അതിൻ്റെ 2 സൈഡിലും ആയിട്ടാണ് എന്തുള്ളത്, റെസിഡൻഷ്യൽ ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിബൺ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് കൽ ഡി സാക്ക്? കൽ ഡി സാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കൽ ഡി സാക്ക് ഈസ് എ ഡെഡ് എൻഡ് സ്ട്രീറ്റ് വിത്ത് ഓൺലി 1 ഇൻലെറ്റ് ഓർ ഔട്ട്ലെറ്റ്, typically ending in a circular or rounded area that allows vehicles to turn around easily. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഡെഡ് എൻഡ് സ്ട്രീറ്റ് എന്നാണ് കൽഡി സാക്കിനെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിന് ഒരു ഇൻലെറ്റോ അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിലൂടെ വണ്ടികൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കണ്ടോ ഇങ്ങനെ ഒരു സർക്കുലർ ഫോർമേഷനിൽ തിരിച്ചു വരാം. അതായത് ഇതിന് ഒരു ഇൻലെറ്റോ അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റോ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇത് എൻഡ് ചെയ്യുന്നത് കണ്ടോ ഒരു സർക്കുലർ അല്ലെങ്കിൽ റൗണ്ടഡ് ഏരിയയിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഒരു ഡെഡ് എൻഡ് സ്ട്രീറ്റ് ആണത്. മാത്രമല്ല ഇത് വെഹിക്കിൾസിന് എന്ത് ചെയ്യുന്നു, അലോസ് വെഹിക്കിൾസ് ടു ടേൺ അറൗണ്ട് ഈസിലി. കണ്ടോ, വെഹിക്കിൾസിന് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് പോകാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഡെഡ് എൻഡ് സ്ട്രീറ്റ് ആണെന്ന് മനസ്സിലായി. മാത്രമല്ല ഒരു ഇൻലെറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് മാത്രമേ ഇതിന് ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൽ ഡി സാക്ക് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ് പാർട്ട് ബിയിലേക്ക് മൂവ് ചെയ്യാം. പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഇസ് CBD? വെരി 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 ഇമ്പോർട്ടൻറ്റ്. എല്ലാ എക്സാംസിനും ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ടേമാണ് വാട്ട് ഇസ് CBD. അപ്പോൾ എന്താണ് CBD എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഇസ് CBD? മെയിൻ കൊമേഴ്ഷ്യൽ ഏരിയ ഓഫ് എ സിറ്റി ഓർ ടൗൺ കണ്ടെയ്ൻസ് ഓഫീസസ്, ബാങ്ക്സ്, ഷോപ്സ്, ഹോട്ടൽസ് ആൻഡ് ഗവൺമെൻറ് ബിൽഡിങ്സ്. ഓക്കെ, CBDയുടെ ഫുൾ ഫോം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്. CBDയുടെ ഫുൾ ഫോമാണ് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ അത് എഴുതണം. CBD സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്. സെൻട്രലിൽ ബിസിനസ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം, ഇതൊരു മെയിൻ കൊമേഴ്ഷ്യൽ ഏരിയ ഓഫ് എ സിറ്റി ഓർ ടൗൺ. ഒരു സിറ്റിയുടെയോ ടൗണിൻ്റെയോ വളരെ സെൻട്രലിൽ ഉള്ള ഒരു കൊമേഴ്ഷ്യൽ ഏരിയനെയാണ് നമ്മൾ CBD എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഓഫീസസ്, ബാങ്ക്സ്, ഷോപ്സ്, ഹോട്ടൽസ്, ഗവൺമെൻറ് ബിൽഡിങ്സ്. അങ്ങനെ ഒരു സിറ്റിയിൽ വളരെ കൊമേഴ്ഷ്യൽ ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ, ഓഫീസസ്, ബാങ്ക്, ഷോപ്പ്, ഹോട്ടൽ, ഗവൺമെൻറ് ബിൽഡിങ്സ്, അങ്ങനെ പബ്ലിക്കിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ഏരിയ, അതാണ് CBD എന്ന് പറയുന്നത്. ഇവിടെ യൂഷ്വലി ലൊക്കേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സിറ്റി. ഇത് യൂഷ്വലി ഒരു സിറ്റിയുടെ സെൻറ്ററിലായിരിക്കും എപ്പോഴും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ലാൻഡ് വാല്യൂ ഇസ് ഹയസ്റ്റ് ഇൻ ദ CBD. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, അതായത് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഏരിയയിൽ എങ്ങനെ പോയാലും ലാൻഡ് വാല്യൂ കൂടുതലായിരിക്കും. വെരി ബിസി ആൻഡ് ക്രൗഡഡ് ഡ്യൂറിങ് ദ ഡേ അല്ലേ, ഡേ ടൈമിൽ. കാരണം ഡേ ടൈമിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ക്രൗഡഡും അതേപോലെ ബിസി ആവുന്ന ടൈം എന്ന് പറയുന്നത് ഡേ ടൈമാണ്. ഹാസ് ടോൾ ബിൽഡിങ്സ് ഡ്യൂ ടു ലിമിറ്റഡ് ലാൻഡ് ആൻഡ് ഹൈ ഡിമാൻഡ്. ഇവിടെ എന്താണ്, ടോൾ ബിൽഡിങ്സ് ഉണ്ട്. കാരണം ഇവിടെ ലാൻഡ് ലിമിറ്റഡ് ആണ്, കുറച്ചധികം ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ലാൻഡിന് ഡിമാൻഡ് കൂടും. മാത്രമല്ല ലാൻഡ് ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് അല്ലെങ്കിൽ ടോൾ ബിൽഡിങ്സ് ആണ് ഇവിടെ കാണാറുള്ളത്. ഫ്യൂ റെസിഡൻഷ്യൽ ഹൗസസ് ആസ് ലാൻഡ് ഇസ് ടു എക്സ്പെൻസീവ്. ഇവിടെയുള്ള റെസിഡൻഷ്യൽ ഹൗസസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും. കാരണം ലാൻഡിൻ്റെ വാല്യൂ കൂടുതലായതുകൊണ്ട് തന്നെ, ലാൻഡ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ റെസിഡൻഷ്യൽ ഹൗസസ് കുറവായിരിക്കും. ഓൾസോ കോൾഡ് ദ ഡൗൺ ടൗൺ ഏരിയ ഇൻ സം കൺട്രീസ്. ചില കൺട്രീസിൽ ഇതറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ഡൗൺ ടൗൺ ഏരിയ എന്നാണ്. CBDയുടെ മറ്റൊരു പേര്, അതായത് മറ്റുള്ള കൺട്രീസിൽ ഇതിനെ ഡൗൺ ടൗൺ ഏരിയ എന്നും അറിയപ്പെടാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ന്യൂയോർക്കിലെ മാൻഹാറ്റൻ വേണമെങ്കിൽ പറയാം. എക്സാമ്പിൾ എഴുതണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. എന്നിരുന്നാലും ഇപ്പോൾ ഒരു 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു 4 or 5 പോയിൻറ്റ്സ് നമുക്ക് പഠിച്ചു വെച്ചിട്ട് എഴുതാം. അപ്പോൾ CBD എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആണ്. അതായത് ഒരു സിറ്റി ഓർ ടൗൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസും മൂവ്മെൻറ്റ്സും നടക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ഏരിയ ആണിത്. ഇവിടെ എന്താണ്, ഓഫീസസ്, ബാങ്ക്സ്, ഷോപ്സ്, ഹോട്ടൽസ്, ഗവൺമെൻറ് ബിൽഡിങ്സ്, ഇത്തരം കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ലാൻഡ് വാല്യൂ കൂടുതലായിരിക്കും. കാരണം എന്താണ്, കുറച്ച് ബിസിയസ്റ്റ് ആയിട്ടും മാത്രമല്ല ക്രൗഡഡ് ആയിട്ടും ഉള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ലാൻഡ് വാല്യൂ കൂടുതലായിരിക്കും. മാത്രമല്ല ഹൈ ഡിമാൻഡും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഡിഫൈൻ പെരി അർബൻ ഏരിയ, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ്. പെരി അർബൻ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് പെരി അർബൻ ഏരിയ നമുക്ക് നോക്കാം. എ പെരി അർബൻ ഏരിയ ഈസ് ദ സോൺ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ urban and rural areas. It is a transitional area where urban and rural features mix. അപ്പം പെരി അർബൻ ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റൂറൽ ഏരിയ ഉണ്ട്, അർബൻ ഏരിയ ഉണ്ട്. സോ ഇതിൻ്റെ ഇടയിലുള്ള ഒരു സോൺ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ പെരി അർബൻ ഏരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, അതായത് അർബൻ ഏരിയയുടെ കുറച്ച് ഫീച്ചേഴ്സും അതേപോലെ റൂറൽ ഏരിയയുടെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സോണാണ് ഈ പെരി അർബൻ ഏരിയ. അപ്പോൾ ഇവിടുത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫൗണ്ട് ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് സിറ്റീസ് ബിറ്റ്വീൻ ദ അർബൻ കോർ ആൻഡ് റൂറൽ ഏരിയാസ് അല്ലേ. അതായത്
ഈ ഔട്ട്സ്കേർട്സിലാണ് ഇത് ഫോം ചെയ്യുന്നത്. രണ്ടിൻ്റെയും, റൂറലിൻ്റെയും അർബൻ്റെയും ഔട്ട്സ്കേർട്സിലാണ് ഇത് ഫോം ചെയ്യുന്നത്. അണ്ടർഗോസ് ഫാസ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലാൻഡ് യൂസ് ചേഞ്ച്, എക്സാമ്പിൾ ഫാം ലാൻഡ് കൺവേർട്ടഡ് ടു ഹൗസിംഗ് ഓർ ഇൻഡസ്ട്രീസ്. മാത്രമല്ല ഇതൊരു ട്രാൻസിഷണൽ സോണാണ്. ഇവിടെ പെട്ടെന്ന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഫാം ലാൻഡ്, അതായത് ഫാമിംഗ് ഉള്ള ഒരു റീജിയൻ ഈ ഔട്ട്സ്കേർട്സിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹൗസിംഗ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലേക്ക് കൺവേർട്ടഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി മിക്സഡ് ലാൻഡ് യൂസ്, കോമ്പിനേഷൻ ഓഫ് അഗ്രികൾച്ചർ, ഹൗസിംഗ്, സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ഓപ്പൺ ലാൻഡ്. ഇവിടെ നമ്മൾ ലാൻഡ് മിക്സ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് അവിടെ അഗ്രികൾച്ചർ ഉണ്ടാവാറുണ്ട്, ഹൗസിംഗ്, പിന്നെ ചെറിയ ഇൻഡസ്ട്രീസ്, അതേപോലെ തന്നെ ഓപ്പൺ ലാൻഡും. അങ്ങനെ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സോണിൽ ഫോം ചെയ്യുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത് ഹൈ ഡ്യൂ ടു അർബൻ സ്പ്രോൾ ആൻഡ് മൈഗ്രേഷൻ. ഇവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുതലായിരിക്കും. കാരണം ഈ അർബൻ ഏരിയാസ് റൂറൽ ഏരിയാസിൽ നിന്ന് അർബൻ ഏരിയാസിലേക്കുള്ള മൈഗ്രേഷൻ, ആൾക്കാരുടെ മൈഗ്രേഷൻ കാരണം അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ്, ഓഫൺ ലാക്സ് പ്രോപ്പർ റോഡ്സ്, വാട്ടർ സപ്ലൈ, സീവേജ്, സ്കൂൾസ് എക്സെട്ര. പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ ലാക്ക് ചെയ്യുന്നുണ്ട്. കാരണം പ്രോപ്പർ റോഡ്സ് കാണില്ല, വാട്ടർ സപ്ലൈ, സീവേജ്, സ്കൂൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ലാക്ക് ചെയ്യുന്നുണ്ട്. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മുടെ പെരിയ അർബൻ ഏരിയയുടെ കാര്യം പറയുമ്പോൾ. അപ്പോൾ അതാണ് പെരിയ അർബൻ ഏരിയയും അതിൻ്റെ ഫീച്ചേഴ്സും. ഓക്കെ, 2 ഫീച്ചേഴ്സ് കൂടി ഉണ്ട്. ഇൻഫോർമൽ സെറ്റിൽമെൻറ്റ്സ് മേ ഹാവ് സ്ലംസ് ഓർ അൺപ്ലാൻഡ് ഹൗസിംഗ് ഡ്യൂ ടു പുവർ റെഗുലേഷൻ, അല്ലേ? അതായത് ഇൻഫോർമൽ സെറ്റിൽമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ലംസ് പോലെ, ചേരികൾ പോലെയുള്ള ഫോർമേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് അല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലമ്മും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പൊല്യൂഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ സ്ട്രെസ് ഫേസ് ഇഷ്യൂസ് ലൈക്ക് എയർ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് വേസ്റ്റ് ഡംപിങ്. ഇവിടെ പൊല്യൂഷനും എൻവിറോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കൂടുതലായിരിക്കും. കാരണം എയർ, വാട്ടർ, വേസ്റ്റ് ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൊല്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് ബി അവിടെ എൻഡ് ആയിരിക്കുകയാണ്. ഇനി പാർട്ട് സിയിലേക്ക് പോകാം. പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ഓൺ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് സർ പാട്രിക് ഗെഡ്ഡസ് ടു ടൗൺ പ്ലാനിങ്. പാട്രിക് ഗെഡ്ഡസിൻ്റെ ടൗൺ പ്ലാനിങ്ങിലോടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. പാട്രിക് ഗെഡ്ഡസ് എന്ന് പറയുന്നത് ആരാണ് എന്ന് ആദ്യം നമ്മൾ എഴുതണം. സോ പാട്രിക് ഗെഡ്ഡസ് വാസ് എ സ്കോട്ടിഷ് ബയോളജിസ്റ്റ്, സോഷ്യോളജിസ്റ്റ് ആൻഡ് പയനീറിങ് ടൗൺ പ്ലാനർ, അല്ലേ? ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു, സോഷ്യോളജിസ്റ്റ് ആയിരുന്നു, മാത്രമല്ല ഒരു ടൗൺ പ്ലാനർ കൂടിയാണ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് മോഡേൺ ഹ്യൂമൻ സെൻറ്റേർഡ് അപ്രോച്ചസ് ടു അർബൻ പ്ലാനിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ടേംസ്. മോഡേൺ ആൻഡ് ഹ്യൂമൻ സെൻറ്റേർഡ് അപ്രോച്ചസ് ആണ് ഇയാൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കൺസെപ്റ്റാണ് പ്ലേസ് വർക്ക് ഫോക്ക്, അതായത് ഗെഡിയൻ ട്രിയോ എന്ന് നമ്മൾ പറയും. അതായത് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പാട്രിക് ഗെഡ്ഡസിൻ്റെ ഗെഡിയൻ ട്രിയോ. അപ്പോൾ ഈ ഗെഡിയൻ ട്രിയോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 എണ്ണമാണ്, അല്ലേ? അപ്പോൾ അതിൽ വരുന്നതാണ് പ്ലേസ്, വർക്ക് ആൻഡ് ഫോക്ക്. ഇനി അതെന്താണെന്ന് നോക്കാം. എംഫസൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ, ദെയർ എൻവയോൺമെൻറ്റ് ആൻഡ് ദെയർ ഒക്യുപ്പേഷൻ. ഇവിടെ ഫോൾക്ക് എന്ന് പറയുന്നത് പീപ്പിൾ, ആ സ്ഥലത്തെ പീപ്പിളാണ്. പിന്നെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ പ്ലേസ് ആണ്. ആൻഡ് വർക്ക് എന്ന് പറയുന്നത് അവരുടെ ഒക്യുപ്പേഷൻ. അപ്പോൾ ഇത് 3 പീപ്പിൾ, പ്ലേസ് ആൻഡ് ദെയർ വർക്ക്, ഈ 3 തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റിലൂടെ വിശദീകരിക്കുന്നത്. ടൗൺ പ്ലാനിങ് ഷുഡ് കൺസിഡർ ഓൾ 3 എലമെൻറ്റ്സ് ടുഗെദർ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഈ 3 കാര്യങ്ങളും, ഈ 3 എലമെൻറ്റ്സിനെയും നമ്മൾ ടൗൺ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം. ഇൻവെൻറ്റഡ് ദ റീജിയണൽ പ്ലാനിങ് അപ്രോച്ച്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കൺസെപ്റ്റാണ് റീജിയണൽ പ്ലാനിങ്. അതായത് ഫസ്റ്റ് പ്രൊമോട്ട് പ്ലാനിങ് അറ്റ് എ റീജിയണൽ ലെവൽ, നോട്ട് ജസ്റ്റ് സിറ്റി ലെവൽ. അതായത് ഒരു സിറ്റി ലെവൽ മാത്രം അല്ല നമ്മൾ ടൗൺ പ്ലാനിങ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, അതിലുപരി ഒരു റീജിയണൽ ലെവൽ, അതിനേക്കാൾ കുറച്ചും കൂടെ ഹൈ ലെവലിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. ബിലീവ്ഡ് സിറ്റീസ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ദെയർ സറൗണ്ടിങ് റീജിയൻ. അതായത്
സിറ്റീസിൻ്റെ അതായത് ഒരു സിറ്റി മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള റീജിയൻസിനെ കൂടെ നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ആ ഏരിയ അല്ലെങ്കിൽ ആ ടൗൺ പ്ലാൻ ചെയ്യാൻ. ഡെവലപ്ഡ് ദ സിവിക് സർവേ മെത്തേഡ്. പിന്നെ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ് സിവിക് സർവേ മെത്തേഡ്. ഇൻട്രൊഡ്യൂസ്ഡ് ദ ഐഡിയ ഓഫ് സർവേ ബിഫോർ പ്ലാൻ, സ്റ്റഡി എ പ്ലേസ് thoroughly ബിഫോർ പ്ലാനിങ്, ഇൻക്ലൂഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കോണമിക് കണ്ടീഷൻസ്. അതായത് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പ്ലേസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തറോ ആയിട്ട് ആ പ്ലേസ് സ്റ്റഡി ചെയ്യണം. അതാണ് സർവേ ബിഫോർ പ്ലാൻ. അതായത് ആ ഏരിയയിലെ ഫിസിക്കൽ കണ്ടീഷൻസ്, സോഷ്യോളജിക്കൽ കണ്ടീഷൻസ്, മാത്രമല്ല എക്കണോമിക് കണ്ടീഷൻസ്, ഇതെല്ലാം നമ്മൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. അതിനെയാണ് ഈ സർവേ ബിഫോർ പ്ലാൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഏരിയ പ്ലാൻ ചെയ്യേണ്ടത്. ഫോക്കസ്ഡ് ഓൺ അർബൻ റിന്യൂവൽ, നോട്ട് ഡിമോളിഷൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു? അർബൻ റിന്യൂവൽ, അതായത് റിന്യൂ ചെയ്യുക, നോട്ട് ഡിമോളിഷൻ. അതായത് നമ്മൾ ഒരു പ്ലേസ് അല്ലെങ്കിൽ സ്ഥലം എടുക്കുന്ന സമയത്ത് അവിടെ ഉള്ളതിൽ നിന്ന് നമ്മൾ അവിടെ ഉള്ള ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ റിന്യൂ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഡീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പാടില്ല. പ്രിഫേർഡ് കൺസേർവിങ് ആൻഡ് ഇംപ്രൂവിങ് എക്സിസ്റ്റിംഗ് അർബൻ ഏരിയാസ് ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ട്രോയിങ് ആൻഡ് റീബിൽഡിങ്. അതായത് അവിടെ ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് അവിടുന്ന് റീബിൽഡ് ചെയ്യല്ല വേണ്ടത്. പകരം എന്താണ് ചെയ്യുന്നത്, അവിടെ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അർബൻ ഏരിയാസിനെ ഇംപ്രൂവ് ചെയ്യുകയാണ് വേണ്ടത്. വാല്യൂഡ് ഗ്രീൻ സ്പേസസ്, പ്രൊമോട്ടഡ് ദ ഇൻക്ലൂഷൻ ഓഫ് ഗാർഡൻസ്, പാർക്സ് ആൻഡ് ഓപ്പൺ സ്പേസസ് ഇൻ അർബൻ ഏരിയാസ്, ഏർലി സപ്പോർട്ടർ ഓഫ് ഗാർഡൻ സിറ്റീസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അദ്ദേഹം ഗ്രീൻ സ്പേസസ്, അതായത് ഗാർഡൻസ്, പാർക്സ് ആൻഡ് ഓപ്പൺ സ്പേസസിനൊക്കെ ഒരുപാട് വാല്യൂ കൊടുത്തിരുന്നു, പ്രത്യേകിച്ച് അർബൻ ഏരിയാസിൽ. സോ ഹി വാസ് ഓൾറെഡി ആൻ ഏർലി സപ്പോർട്ടർ ഓഫ് ഗാർഡൻ സിറ്റീസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഗാർഡൻ സിറ്റീസിനും അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന അല്ലെങ്കിൽ അതിനെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഇൻ്റർനാഷണൽ പ്ലാനിംഗ് വർക്ക്ഡ് ഓൺ സിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻസ് ഇൻ ഇന്ത്യ, എക്സാമ്പിൾ ഇൻഡോർ, മദ്രാസ്, ചെന്നൈ, ലാഹോർ ആൻഡ് അതർ കൺട്രീസ്. മാത്രമല്ല അദ്ദേഹം ഇൻ്റർനാഷണൽ പ്ലാനിംഗ് വർക്ക്സിലെല്ലാം പങ്കെടുത്തിരുന്നു. അതാണ് സിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പല സിറ്റീസും ഇംപ്രൂവ് ചെയ്യുന്ന പ്ലാൻസിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതാണ് ഇൻഡോർ, മദ്രാസ്, ചെന്നൈ, മദ്രാസ് തന്നെയാണ് ചെന്നൈ, ഇൻഡോർ, അതേപോലെ ലാഹോർ എന്നീ സ്ഥലങ്ങളിലേക്ക് സിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്ലാനിൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. പിന്നെ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള കൺട്രീസിലും അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാട്രിക് ഗെഡ്ഡസിൻ്റെ ടൗൺ പ്ലാനിങ്ങിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഗെഡിയൻ ട്രിയോ ആണ്, പ്ലേസ്, വർക്ക് ആൻഡ് ഫോക്ക് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പിന്നെ റീജിയണൽ പ്ലാനിങ് അപ്രോച്ച്, അതായത് ഒരു സിറ്റി ലെവൽ മാത്രമല്ല നമ്മളൊരു കംപ്ലീറ്റ് റീജിയണൽ ലെവൽ വേണം പ്ലാൻ ചെയ്യേണ്ടത്. പിന്നെ സിവിക് സർവേ മെത്തേഡ്, അതായത് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ഏരിയയുടെ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തണം. പിന്നെ അർബൻ റിന്യൂവൽ, നോട്ട് ഡിമോളിഷൻ, അതായത് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അർബൻ ഏരിയ നമ്മൾ ഇംപ്രൂവ് ചെയ്യാണ് വേണ്ടത് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ഓർ റീബിൽഡിങ് ഇറ്റ്. പിന്നെ ഗ്രീൻ സ്പേസസിന് വാല്യൂ കൊടുത്തിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ പ്ലാനിംഗ് വർക്ക്സിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഔട്ട്ലൈൻ ദ റിബൺ ഡെവലപ്മെൻറ്റ്. റിബൺ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു. സോ നമ്മൾ ഫസ്റ്റ് പാർട്ട് എയിൽ റിബൺ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് നമ്മളിതിൽ 7 മാർക്സിന് ചോദിക്കുമ്പോൾ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് എഴുതേണ്ടി വരും. സോ റിബൺ ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ലീനിയർ സ്പ്രെഡ് ഓഫ് ബിൽഡിങ്സ് യൂഷ്വലി along major roads or railways extending outwards from cities or towns. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലോങ് ഒരു ട്രാൻസ്പോർട്ടേഷൻ റൂട്ട് ഉണ്ടെങ്കിൽ അത് റെയിൽവേ റോഡ് വേ എന്തോ ആയിക്കോട്ടെ, അതിന് രണ്ട് സൈഡിലുമായിട്ട് അലോങ് ആയിട്ട് രണ്ട് സൈഡിലും ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ റിബൺ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഈസി ആക്സസ് ടു റോഡ്സ് അല്ലേ, ഇവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ റൂട്ട് ഉണ്ട്, അപ്പോൾ നമുക്ക് ഈസി ആക്സസ് ടു റോഡ്സ് ആയി. ഹോംസ് ആൻഡ് ബിസിനസ്സസ് ആർ ലൊക്കേറ്റഡ് ഡയറക്ട്ലി അലോങ് മെയിൻ റോഡ്സ്, ഇംപ്രൂവിങ് ട്രാൻസ്പോർട്ട് ആക്സസ്. അതായത് ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയാസ് ആയാലും ബിസിനസ് സെൻറ്റേഴ്സ് ആയാലും മെയിൻ റോഡ്സിലേക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ
നമുക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ലോവർ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഇനീഷ്യലി. സിൻസ് ഡെവലപ്മെൻറ്റ് ഫോളോസ് എക്സിസ്റ്റിംഗ് റൂട്ട്സ് ദർ ഇസ് ലെസ് നീഡ് ടു ബിൽഡ് ന്യൂ റോഡ്സ് ഓർ യൂട്ടിലിറ്റീസ്. അതായത് ഓൾറെഡി ഉള്ള ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ റൂട്ടിന് അലോങ് ആയിട്ടാണ് ഡെവലപ്മെൻറ്റ് വരുന്നത്. സോ നമുക്ക് പുതിയ റോഡ്സ് അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് അവിടെ ബിൽഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. സപ്പോർട്ട്സ് റോഡ് സൈഡ് ബിസിനസ്സസ് അല്ലേ. അതായത് ഒരു ട്രാൻസ്പോർട്ടേഷൻ റൂട്ടിന് അലോങ് ആണ് ഇത് നടക്കുന്നത്, ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് സൈഡിലുള്ള ബിസിനസ്സസിനെല്ലാം എന്താണ്, അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഷോപ്സ്, അതേപോലെ തന്നെ ഫ്യൂവൽ സ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്രോൾ പമ്പ്സ് പോലെയുള്ള സ്റ്റേഷൻസ്, അതേപോലെ മറ്റ് സർവീസുകൾ, ഇതെല്ലാം ബെനിഫിറ്റ് ചെയ്യും. ഫാസ്റ്റർ എക്സ്പാൻഷൻ ഓഫ് ഹൗസിംഗ് എനേബിൾസ് ക്വിക്ക് ഡെവലപ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് നിയർ സിറ്റീസ്. മാത്രമല്ല സിറ്റീസിനടുത്തുള്ള ഹൗസിംഗ് ഏരിയാസൊക്കെ പെട്ടെന്ന് ഡെവലപ്പ്. ഓക്കെ, പിന്നെ യൂസ് ഓഫ് അവൈലബിൾ ലാൻഡ്. അതായത് ഈ റോഡ് സൈഡിൽ കിടക്കുന്ന യൂസ് ചെയ്യാത്ത ലാൻഡെല്ലാം എന്താവും, ഓൾറെഡി അതും ഒക്യുപ്പൈഡായി പോകും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ റിബൺ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മുടെ പാർട്ട് സിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് അർബനൈസേഷൻ ഓൺ സിറ്റീസ്. അർബനൈസേഷൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം അർബനൈസേഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. Urbanization is the increase in the number of people living in towns and cities, often due to migration from rural areas and natural population growth. അതായത് അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ റൂറൽ ഏരിയാസിൽ നിന്നും അർബൻ ഏരിയാസിലേക്കുള്ള ആൾക്കാരുടെ മൈഗ്രേഷൻ, അതായത് പീപ്പിൾ മൈഗ്രേറ്റ് ഫ്രം റൂറൽ ഏരിയാസ് ടു അർബൻ ഏരിയാസ്, അതിനെയാണ് നമ്മൾ അർബനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഗ്രാജ്വലി റൂറൽ ഏരിയാസിൽ നിന്നും അർബൻ ഏരിയാസിലേക്ക് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അർബൻ ഏരിയാസിൽ എന്തുണ്ടാവും, പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇത് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓവർ ക്രൗഡിങ്. ഓവർ ക്രൗഡിങ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലേ, സിറ്റീസ് എന്താണ്, അവിടെ ആൾക്കാർ കൂടുന്തോറും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആവും. അതായത് വളരെ ആൾക്കാർ തിങ്ങി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്, ഷോർട്ടേജ് ഓഫ് ഹൗസിംഗ് ആൻഡ് ക്രാംഡ് ലിവിങ് കണ്ടീഷൻ. അതായത് ഹൗസിങ്ങിൻ്റെ ബേസിക് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവില്ല. അങ്ങനെ തിങ്ങി ജീവിക്കുന്ന സമയത്ത് അവർക്ക് ഹൗസിങ്ങും കാര്യങ്ങളിലൊക്കെ ഷോർട്ടേജ് ഉണ്ടാവും. മാത്രമല്ല ഒരു വളരെ ബുദ്ധിമുട്ടേറിയൊരു ലിവിങ് കണ്ടീഷനിലേക്കായിരിക്കും അത് പോവുക. രണ്ടാമതെന്ന് പറയുന്നത് സ്ലം ഡെവലപ്മെൻ്റ് ആണ്. അതായത് ചേരികൾ, സ്ലം എന്ന് പറയുമ്പോൾ ചേരികളാണ്. അൺപ്ലാൻഡ് ഗ്രോത്ത് ലീഡ്സ് ടു സ്ലം ആൻഡ് ഇൻഫോർമൽ സെറ്റിൽമെൻറ്റ്സ് വിത്ത് പുവർ ലിവിങ് സ്റ്റാൻഡേർഡ്സ്. അതായത് വളരെ തീരെ അൺഹൈജീനിക്കും അതേപോലെ തന്നെ ബേസിക് നീഡ്സും ഒന്നും ഇല്ലാത്ത ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്കാണ് അത് പോവുക. അങ്ങനെയാണ് അവിടെ സ്ലംസ് ഉണ്ടാകുന്നത്. ഇവിടെ ആൾക്കാർക്ക് എന്താണ്, വളരെ പുവർ ലിവിങ് കണ്ടീഷൻസ് ആയിരിക്കും അവർക്കിവിടെ ഫേസ് ചെയ്യേണ്ടി വരിക. അടുത്തത് ട്രാഫിക് കൺജഷൻ അല്ലേ. സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ അവരുടെ വെഹിക്കിൾസിൻ്റെ എണ്ണവും കൂടും. ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ കോസസ് മോർ വെഹിക്കിൾസ്. ഇതെന്തുണ്ടാക്കും, റോഡിൽ കൺജഷൻ ഉണ്ടാക്കും. മാത്രമല്ല ട്രാവൽ ടൈം കൂടും. ഇനി പൊല്യൂഷൻ, എയർ, വാട്ടർ ആൻഡ് നോയ്സ് പൊല്യൂഷൻ എന്തായാലും ഉണ്ടാവും. മാത്രമല്ല ഇത് എന്തുകൊണ്ടാണ്, ഡ്യൂ ടു ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ്, ഇൻഡസ്ട്രീസ് ആൻഡ് വേസ്റ്റ്സ്. ഇൻഡസ്ട്രീസും വെഹിക്കിൾസും വേസ്റ്റ് ഡിസ്പോസലും കാര്യങ്ങളൊക്കെ കൂടുന്നതുകൊണ്ട് തന്നെ എയർ, വാട്ടർ, നോയ്സ് പൊല്യൂഷൻ എല്ലാം അവിടെ കോമൺ ആവും. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് സിറ്റീസ് മെ നോട്ട് ജനറേറ്റ് ഇനഫ് ജോബ്സ് ലീഡിങ് ടു അൺഎംപ്ലോയ്മെൻറ്റ് ഓർ അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അതായത് ആൾക്കാരുടെ എണ്ണം കൂടുന്നതുകൊണ്ട് തന്നെ സിറ്റീസിലെ അവർക്ക് ആവശ്യമുള്ള അത്രയും ജോബ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പോകും. ഇൻക്രീസ് ഇൻ ക്രൈം, പോവേർട്ടി, ഇനീക്വാലിറ്റി ആൻഡ് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ക്യാൻ റിസൾട്ട് ഇൻ ഹയർ ക്രൈം റേറ്റ്സ്. അതായത് വളരെ പോവേർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, ഭക്ഷണമില്ലാത്ത ഒരു പട്ടിണിയിലെ അവസ്ഥ, അങ്ങനത്തെ അവസ്ഥയിലേക്കും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കുറയുന്നതുകൊണ്ട് തന്നെ അവിടെ ക്രൈം ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ലോസ് ഓഫ് ഗ്രീൻ സ്പേസസ്, പാർക്ക്,
ഫോറസ്റ്റ് ആൻഡ് ഫാം ലാൻഡ് ആർ ഓഫൺ റീപ്ലേസ്ഡ് ബൈ ബിൽഡിങ്സ് റെഡ്യൂസിങ് ബയോഡൈവേഴ്സിറ്റി. ഗ്രീൻ സ്പേസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാർക്ക്, ഫോറസ്റ്റ്, ഗാർഡൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഓപ്പൺ ആയിട്ടുള്ള ലാൻഡ് കാണുമ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ഇതെല്ലാം റീപ്ലേസ് ചെയ്ത് ബിൽഡിങ്സ് വരും. അപ്പോൾ ഇതെന്തുണ്ടാക്കും, ബയോഡൈവേഴ്സിറ്റി കുറയ്ക്കും. റൈസിങ് കോസ്റ്റ് ഓഫ് ലിവിങ്, ഹയർ ഡിമാൻഡ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് ഹൗസിംഗ്, ഫുഡ്, ട്രാൻസ്പോർട്ട് എക്സെട്ര. റൈസിങ് കോസ്റ്റ് ഓഫ് ലിവിങ്, അതായത് ലിവിങ് കണ്ടീഷൻ ബെറ്റർ ആക്കാൻ വേണ്ടി തന്നെ എന്തുണ്ടാവും, ഹയർ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഹൗസിംഗ്, ഫുഡ്, ട്രാൻസ്പോർട്ട് ഇത്തരം കാര്യങ്ങൾക്ക് കോസ്റ്റ് കൂടും. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂസ്, പിന്നെ വരുന്നത് എന്താണ്, സിറ്റീസ് ജനറേറ്റ് ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് സോളിഡ് വേസ്റ്റ് ആൻഡ് സീവേജ് ഓഫൺ പോർലി മാനേജ്ഡ്. അതായത് സിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഉണ്ടാവും, പിന്നെ മാത്രമല്ല നമ്മുടെ ഹൗസ് ഹോൾഡ് വേസ്റ്റുകൾ ഉണ്ടാവും റെസിഡൻഷ്യൽ ഏരിയാസിൽ നിന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ജനറേറ്റ് ചെയ്യും. ഇതെല്ലാം മാനേജ് ചെയ്യാനുള്ളൊരു പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത് മറ്റുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂസിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അർബനൈസേഷനും അതിന് നെഗറ്റീവ് ഇമ്പാക്ട്സും. ഈ പിക്ചറിൽ കാണുന്നുണ്ട് ഓവർ ക്രൗഡിങ്ങും അതേപോലെ സ്ലം ഫോർമേഷനും. മാത്രമല്ല ഇതൊക്കെ എന്താണ്, കൺജഷനും കാര്യങ്ങളും കണ്ടോ, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ് സിറ്റീസ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സ് അവിടെ വരുന്നുണ്ട്. സോ വി ഹാവ് കം ടു ആൻ എൻഡ് ഓഫ് സെഷൻ 1 ഓഫ് ടൗൺ പ്ലാനിങ്. ഇതാണ് നമ്മുടെ ടൗൺ പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് റിവിഷൻ സെഷൻ ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ സെക്കൻഡ് സെഷൻ, ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ തന്നെ സെക്കൻഡ് റിവിഷൻ സെഷനുമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.